ഇവരെ ടീമിൽ ഹെൽപ്പറായിട്ട് പോലും ഒരു ഇന്ത്യക്കാരില്ല. ഒന്നാമത്തെ ഉറപ്പ് ഞാൻ കണ്ടത് ലെറ്റർ ആയിട്ടാണ്. ചങ്ങായിമാരെ വീടിൻ്റെ പണി ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സിമ്പിൾ കിഡ് ഷോർട്ട് കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി പോകണം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ വർക്ക് നടന്നു കൊടുക്കുന്ന സ്ട്രക്ചറാക്കി വെച്ച ഒരു വളരെയധികം മനോഹരമായിട്ടുള്ളൊരു അപ്സ്റ്റെയർ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഈ വീടിൻ്റെ ക്ലൈൻറ്റ് ഓണർ എൻ്റെ ചങ്ങായിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇവിടെ വർക്ക് എടുക്കാണ്ട്. പിന്നെ മാത്രമല്ല ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അപ്സ്റ്റെയർത്തെ മെയിൻ റൂഫ് വാർപ്പല്ല ട്രസ്സാണ്. 2 പട്ടിക അടിച്ചിട്ടുണ്ട്, 2 തരം ഓടി വിരിക്കാനുള്ളതാണ്. അത് പിന്നെ ഓടി പിന്നെ കാണിച്ചു തരാം. അപ്പം ഇപ്പം നമ്മൾ ഏൽപ്പിച്ച വർക്ക് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വീടിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് തേക്കണം. വീടിൻ്റെ ഉള്ളിൽ മൊത്തം ജിപ്സം തേപ്പാണ് വരുന്നത്. വീടിൻ്റെ പുറം മാത്രം സാധാ തേപ്പ് തേച്ചാൽ മതി. അപ്പം ഒരു വീടിൻ്റെ ഉള്ളിൽ 2 തേപ്പ് വരുന്ന സ്ഥിതിക്ക് ഈ സാധാ തേപ്പിനെ അതിനുള്ളിലൊക്കെ കയറിയാണ്ട് എങ്ങനെയാണ് അളന്ന് കറക്റ്റ് കോൺട്രാക്റ്റ് എടുക്കുന്നു എന്നുള്ളതും പോരാത്തതിന് ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കണ്ടമാനം പലതരായ വർക്ക് ഓരോ ദിവസം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നവരോ ക്ലൈൻറ്റിനനുസരിച്ച് ഓരോ ഏരിയ തിട്ടപ്പെടുത്തിയിട്ട് അവർക്ക് പണിക്കാരങ്ങനെ ആക്കി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഇന്നെ കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ആ സ്ഥിതിക്ക് പല ആൾക്കാരും പറയും മച്ചാനെ തേപ്പൊക്കെ ഫുള്ളായിട്ട് ഹിന്ദിക്കാർക്ക് കൊടുക്കണത് മാത്രമാണല്ലോ കാണുന്നുള്ളത്, എന്തുകൊണ്ട് മലയാളിക്ക് കൊടുക്കണില്ല എന്നുള്ളത്. ഈ കൈമ നോക്കിയാണെങ്കിൽ 5 പേരിലും ഒരേ ഹൈറ്റ് അല്ല, പല തരായാണ്. അതേപോലെ തന്നെ 5 ആൾക്കാരെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് എപ്പോഴും വർത്തമാനത്തിലൂടെ ഒരാളെ മാത്രമേ തൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ പല ആൾക്കാരും എന്താ പറയുക, മച്ചാനെ എനിക്ക് ഒരു തേപ്പിനായാലും ടൈൽസിനായാലും നമ്മുടെ അടുത്തേക്ക് ഒരു റിക്വസ്റ്റ് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ആരാ നല്ല വെച്ചാൽ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഓലെന്നെ ഇങ്ങോട്ട് പറയും. ഓല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാവും നമ്മൾ വിളിക്കുന്നുണ്ടാവുക. എനിക്ക് ഹിന്ദിക്കാരൻ മതി, മലയാളി ആകുമ്പോൾ കെട്ടിടും, ടൈമിംഗ് ആണ്, പൈസ കൂടുതല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കതിന് എതിരൊന്നും പറയാനില്ല. അയാളെ പൈസ അയാളെ വീടാണ്. അപ്പം നാട്ടിൽ കോൺട്രാക്ട് എടുക്കുന്ന മലയാളി ടീമുണ്ട്, ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യക്കാരാണെങ്കിൽ ഓർക്ക് ഇന്ത്യക്കാരെ നമ്പർ അങ്ങോട്ട് കൊടുക്കുക ചെയ്യുക. പിന്നെ ഓല പടയും നമ്മൾ ഒറ്റ ഉറുപ്പ്യ ആരെ കമ്മീഷൻ അടിക്കില്ല, നമുക്ക് ആ പൈസ വേണ്ട, ഹറാം. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇനി ആൾക്കാർ പറയാണ് മച്ചാനെ എനിക്ക് നല്ല ടൈൽസിൻ്റെ പണിക്കാർ വേണം, നല്ല തേപ്പാർ മലയാളികൾ മതി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും തേപ്പിന് മലയാളികൾ മതി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഞങ്ങളടുത്തേക്ക് വിളിച്ചിട്ടാണെങ്കിൽ ഒരേ ഒരു ടീമിനെ മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ, ദ ഗ്രേറ്റ് മാസ്റ്റർ സത്യേട്ടൻ. സത്യേട്ടൻ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സത്യനാണ്, എൻ്റെ വീട് രാമനാട്ടില. എത്ര കാലമായി ഫീൽഡിൽ നിങ്ങൾ? ഞാൻ ഫീൽഡിൽ 35 കൊല്ലമായി. 35 കൊല്ലമായി. ഇന്നും വർക്ക് നടന്നു കൊടുക്കണേ. ഞങ്ങളിപ്പോ 2-3 സൈറ്റൊക്കെ തന്നില്ലേ, ആ വർക്ക് കോഴിക്കോട് ഭാഗത്തൊക്കെ നടന്നു കൊടുക്കണം കേട്ടോ. പിന്നെ വർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് പക്ക പെർഫെക്ഷൻ ആണ്. ഈ പുറം കണ്ടില്ലേ, പുറം ഈ കാണുന്ന കുളത്തിലൊക്കെ തേക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഇതിന്റെ വക്ക് ഉണ്ടോ, ഈ സീലിംഗ് അടിച്ചു കഴിഞ്ഞാൽ വക്ക് പൊതുവെ നമ്മൾ വെള്ളം ഉള്ളിലേക്ക് മറിയാതാക്കാൻ വേണ്ടിയിട്ട് പൈപ്പിൽ സിമെന്റ് അരച്ചുകാണ്ട് സെറ്റപ്പ് ആക്കുന്ന പരിപാടി ഉണ്ട്. അതിന് വാട്ടർ കട്ടിംഗ് എന്ന് പറയാം. ആ വാട്ടർ കട്ടിംഗ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഇവിടെ സ്ക്വയർ കൊടുത്താളി, ആ മൂല ഇട്ടുകാണ്ട് അടിഭാഗം ആ മൂല വരെ, അതേപോലെ തന്നെ ആ ടോപ്പ് ഉണ്ടല്ലോ, ആ ടോപ്പ് അങ്ങനെ ആ മൂല വരെ സ്ക്വയർ ആയിക്കോട്ടെ. സ്ക്വയറും മറ്റേ സംഭവം കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. പണിക്ക് എളുപ്പം പൈപ്പാണ് നമുക്ക് എല്ലാവർക്കും സുഖം, വെള്ളം അറിയില്ല. നേരെ മറ്റേ സ്ക്വയർ ആക്കുമ്പോൾ ഒരു വട്ടം ആ എൻഡ് വരെ കൊണ്ടുവന്ന് തേച്ചിട്ട് പിന്നെ 2ാം വട്ടം തേച്ചുകൊണ്ടാണ് സ്ക്വയർ ആക്കി മാറ്റുന്നത്. സ്ക്വയറാണ് ലുക്ക്. അപ്പോൾ ഇവിടെ ഈ സൈറ്റിൽ എന്താണ് ഈ കാണുന്ന ഫ്രണ്ട് മൊത്തമായിട്ട് നമുക്ക് സ്ക്വയർ. ഓക്കെ. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾ എന്തൊക്കെ തേക്കണം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഏതൊക്കെ റൂമിന് ബാത്റൂം വരും നോക്കുക, ബാത്റൂം മൊത്തം തേക്കണം. അത് കോമൺ ആയിക്കോട്ടെ അറ്റസറി ആയിക്കോട്ടെ. കോൺക്രീറ്റ് കാരണം നിങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ലത് അതെന്താണെന്നറിയോ, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2-3 റൂം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയ അന്നാന്ന് വരുന്ന സിമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെറ്റലിട്ടാണെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന്റെ ഈ വാതിൽക്കട്ടിൽ വെക്കുന്നതിന്റെ കൂടെ ചെയ്താൽ എന്താ പറയുക, അതൊക്കെ നഷ്ടമാണ്. പിന്നെ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഈ തേപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കൂട്ടിയാലും കുറച്ച് 2-3 സിമെന്റ് ഒന്നും ബാക്കിയുണ്ടാവും. അത് കുഴച്ചുകൊണ്ട് മെറ്റലും കൂട്ടി ഇട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാത്തത് കേട്ടോ. ഞങ്ങൾ വാതിൽക്കട്ടിൽ മാത്രം സെറ്റപ്പ് ആക്കി വെച്ചുതരാം. ഇതിലെന്താ പാടി? അതേ സെയിം തന്നെ, ഡ്രസ്സിങ്ങും ബാത്റൂമും അതേ സംഭവം തന്നെ അല്ലേ, അതേ വീതി വലിപ്പമുള്ള റൂമും ഡ്രസ്സിങ്ങും. അപ്പൊ ഇത് രണ്ടും തേച്ചാളി. കാരണം എന്താ പറയുക, ഈ വീഡിയോ നമ്മളെ ക്ലൈന്റ് കാണും. പിന്നെ ഇവിടെ കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പുറം സൈഡ് തന്നെ ഉള്ളൂ. കാണുന്ന പാരപ്പറ്റില്ലേ, പാരപ്പറ്റ് നമ്മൾ എടുത്തുതരാം. തേപ്പ് കഴിഞ്ഞാൽ ഓടിരിക്കും, ഓടി വിരിച്ചു കഴിഞ്ഞാൽ എന്താവും, നേരെ ജിപ്സം. ഹലോ ജി, എന്താ പാട്? അന്ന് പഠിച്ചതിന് അത്ര എനിക്ക് കാര്യം ഉണ്ടായി, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇജേ പഠിച്ചതിന് അത്ര എനിക്ക് കാര്യം ഉണ്ടായിക്കണെന്ന് അറിയാം. പിന്നല്ലേ നേരം വൈകേണ്ട ആവശ്യമില്ല, ആൾക്കാർ കാണാനുള്ളതല്ലേ. എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ തേക്കാനുള്ള പൂയി എത്ര ലോഡ് ഇറക്കിയാണ് ഇവിടെ? 4 ലോഡില്ലേ. ഒരു വീട് മൊത്തമായിട്ട് തേക്കണ സമയത്ത് ചില ആൾക്കാർ പറയും വീടിൻ്റെ പുറം മാത്രം പൂയി മതി, ഉള്ളിൽ നമുക്ക് പീസാണ്ടാക്കാന്ന് പറയും. പിന്നെ എനിക്ക് ആ പ്രശ്നം വരില്ല. കാരണം എന്താണ്, എനിക്ക് വീടിൻ്റെ ഉള്ളിൽ ഏതായാലും ജിപ്സാ, അപ്പോൾ ബാക്കി കുറച്ച് ഏരിയയിൽ വരുന്നുള്ളൂ. അപ്പം തേപ്പ് മൊത്തം പൂയി കൊണ്ട് തന്നെ ഉറപ്പിച്ച്. ഓക്കെ. അടിക്കോൺക്രീറ്റ് എംസാൻഡ് മതിട്ടോ. അതിന് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണി ആര് തുടങ്ങി കഴിഞ്ഞാലും നമ്മൾ സൈറ്റിൽ സൂപ്പർവൈസിംഗ് ആയിട്ട് ഇവിടെ വന്നോണ്ട് പൈസ ഒന്നും തരണ്ട. പൈപ്പ് ആകുമ്പോൾ നേരെ ഉണ്ടല്ലോ തേച്ചുകാണ്ട് ഇങ്ങോട്ട് മടക്കി വെക്കുന്ന സമയത്ത് തന്നെ ആ എഗർ ഹൈക്കുന്നതിന് മുമ്പ് തന്നെ പണിക്കാർക്ക് പൈപ്പ് വലിക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ സ്ക്വയറാണ് ആക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഫുള്ളായിട്ട് സീലിംഗ് അടിച്ചതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്നറിയോ, ഈ എൻഡിൽ തേപ്പ് അവസാനിക്കും. ഈ തെൻഡിൽ തേപ്പ് അവസാനിപ്പിച്ചിട്ട് പിറ്റേ ദിവസമാണ് ഈ വക്ക് പിടിക്കുക.
എന്നിട്ട് ഇതിൻ്റെ അടിയിലും സീലിംഗ് അടിച്ചുകൊണ്ടാണ് പിന്നെ ഈ സ്ക്വയർ വെട്ടണത്. അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ അത് രണ്ടും ഏത് വേണമെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ സ്ക്വയർ നല്ലേ. ഓക്കെ, ഇനി ഓടി വിരിക്കുന്ന കാര്യം ഇപ്പം പറയില്ല, കാരണം അതൊന്നും ആയിട്ടില്ല. പിന്നെ ഈ സീലിംഗ് ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി വാതിൽ കട്ടിൽ നമ്മൾ വെച്ചോർക്കട്ടോ. ഓക്കെ, പിന്നെ വേറെ കാര്യമുണ്ട്. ഇതിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറിയാണ്. ഇതാ ഈ സ്റ്റാർട്ടിങ് ഉണ്ടോ, ഇവിടെ വിൻഡോ വരാനുള്ള എന്താണ് സംഭവം? ആ, തേപ്പ് കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മളിപ്പം ഈ സത്യേട്ടൻ എന്ന് പറഞ്ഞാൽ തേപ്പിൻ്റെ ആള്, മൂപ്പരെ പ്രത്യേകത എന്താ അറിയോ? ഇതേപോലെ UPVC എന്ത് ചെയ്യുകയാണെങ്കിലും ഈ വക്കും മൂലൊക്കെ പക്ക പെർഫെക്ഷൻ എന്ന് മാത്രമേ തൂക്കിയ മൂപ്പര് തേക്കുള്ളൂ. പുത്തൂര് അതിനൊരു തെളിവൊരു വീട് വേണമെന്നെ കാണിച്ചു തരാം. ആരെങ്കിലും ഇതിൻ്റെ കൂടെ വിട്ടാൽ കാണിച്ചു തരാം. നല്ല വർക്കാണ് മൂപ്പര്, ഗ്യാരണ്ടീഡാ. പിന്നെ നമ്മളിവിടുന്ന് കയറുമ്പല്ലേ ഇവിടെ കോർട്ട്യാർഡ് വരുന്നുണ്ടല്ലേ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ കാണുന്ന ഏരിയ മാത്രം. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യണ്ട. വീടിൻ്റെ ഉള്ളിൽ സംഭവം കേട്ടോ. പിന്നെ വിശാലമായിട്ടുള്ള ഹാളാ, എന്താ രസം, സൂപ്പറായി. ഇതേപോലത്തെ വർക്ക് നമ്മൾ ചേളാരി ചെയ്തിട്ടുണ്ട്. അത് ഈ സീലിങ്ങോട് വെക്കണോണ്ടേ നല്ല കൂളിംഗ് ഉണ്ടാവും. എന്താ ഹൈറ്റ് വയ്ക്കുക, ചുമരിൻ്റെ ഹൈറ്റ് വയ്ക്കുക. ഓ, പിന്നെണ്ടല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ എന്തൊക്കെ വർക്ക് ഉണ്ടെന്ന് അറിയോ? ഈ കാണുന്ന ഉള്ളിൽ മൊത്തം ജിപ്സ് അല്ലേ. ഇവിടെ നമുക്ക് സാധാ തേപ്പ് ഇവിടെയൊക്കെ തേക്കണം എന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പം അടി മൊത്തമായിട്ട് കോൺക്രീറ്റ് ഒന്ന്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ വാതിൽ കട്ടിൽ വെക്കൽ, പോരാത്തതിന് അടുക്കള, വർക്ക് ഏരിയ, അതിൻ്റെ സ്റ്റോർ റൂം, പിന്നെ ഈ നേരെ കാണുന്ന കോമൺ ബാത്റൂം. ആ, കോമൺ ബാത്റൂമിൻ്റെ ഈ പാസേജ് ഉണ്ടല്ലോ, പാസേജ് ഈ ചുമര് വരെയല്ലേ, അത് സാധാ തേപ്പാക്കണോ ജിസം ചേരുമോ? ആ, ഈ മറി വരെ അങ്ങനത്തെ ഞങ്ങൾ നേരത്തെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഇത് ഈ മറി വരെ നമുക്ക് സാധാ തേപ്പ് കേട്ടോ. അതതിൻ്റെ ഒരു വൃത്തി, പൂലിറങ്ങൂല എന്നാൽ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശം പൗതിയായി. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്ര ബെഡ്റൂം? 3 ബെഡ്റൂമല്ലേ വരുന്നത്. അതിൽ ഈ 2 ബെഡ്റൂമിന് എന്തുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതാ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ആ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെയാണ് അടുത്ത ബെഡ്റൂം നിൽക്കുന്നത്. അപ്പോൾ ഈ ബാത്റൂം എങ്ങനെ അറിയോ? ഈ ബാത്റൂമിൻ്റെ ഉള്ളൊക്കെ തേച്ചിട്ട് ഈ കാണുന്ന ചെറിയ പാസേജ് ഉണ്ട്, ഡ്രസ്സിംഗ് റൂം ഉണ്ടല്ലോ, പാസേജ് ചെറിയ ഗ്യാപ്പ്, ഈ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതും പാടെ സാധാ തേപ്പാക്കാം. അതായത് ആ ഉള്ളിങ്ങനെ തേച്ച് കണ്ട് ഈ ചുമരിൻ്റെ മറി വരെ. അതല്ലേ, അതേപോലെ തന്നെ വെടി നോക്കിയാ സൂപ്പർ. ഇനി എവിടെയെങ്കിലൊക്കെ മാറ്റം വരുത്താണെങ്കിൽ ഇത് പറഞ്ഞ കേട്ടോ. ഇതൊരു കിഡ് ബെഡ്റൂം അറിയാം. ഇത് രണ്ടും ഒരേ സ്ട്രക്ചറാണ്. അപ്പോൾ അത് രണ്ടും അങ്ങനെ ഉറപ്പിച്ച്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ നേരത്തെ ഫ്രണ്ടിലില്ലേ, ഫ്രണ്ടിൽ അവിടെയൊക്കെ വാട്ടർ കട്ടിങ് സ്ക്വയർ പറഞ്ഞില്ലേ, ആ കാണുന്ന ഏരിയ മൊത്തമായിട്ട് അതേപോലെ വാട്ടർ കട്ടിങ് അടുത്ത വരുന്ന ഏരിയ ആണ് ഈ കാണുന്നത്. ഇങ്ങോട്ടൊക്കെ ഇതാ ഈ വക്കുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വക്കുണ്ടല്ലോ ഇവിടെ ഒന്നിതാ ഈ ഒരു ഏരിയ കവർ ചെയ്ത് കൊണ്ടിരിക്കണ ചെറിയ സ്ലേവ്, അതേപോലെ തന്നെ ടോപ്പിലെ ചാട്ടം അവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വക്ക് എന്താ ചെയ്യാറ്, തേപ്പിൻ്റെ കൂടെ തന്നെ പൈപ്പ് വലിക്കുക. കാരണം ഇവിടെ ഷോ ഇല്ലാത്ത ഏരിയ അല്ലേ കേട്ടോ. ഫ്രണ്ട് മാത്രം നമ്മൾ അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ റെഡി. അപ്സ്റ്റേർക്കുള്ള സ്റ്റെയർ എങ്ങനെ വരുന്നത്? ഓക്കെ, ആ അത് മനസ്സിലായി. കാരണം എന്താ അറിയോ, കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴോ വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അതിന് 2-3 ഡിസൈൻ ഫോട്ടോ കാണിച്ചു തരട്ടോ. എന്തായാലും പെരമലി കായ് ഇറക്കിയെടുത്തോളം എനിക്ക് നഷ്ടം വരില്ല അറിയാം. പെര വേറെ ലെവലാ. പിന്നെ ഒരു കാര്യം പാടുണ്ട്, സ്കൂളിൻ്റെ അടുത്തുള്ള പെരായ സ്ഥിതിക്ക് കുട്ടികളിഞ്ഞ് 1-2 ദിവസം സ്കൂളിൽ പോയില്ലെങ്കിലും ഇവിടെ ഇരുന്നാൽ മതി. കാരണം എന്താ അറിയോ, സ്കൂളത്തെ ഒച്ച അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്. സ്കൂളത്തെ ഒച്ച അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതാ ഇവിടുത്തെ ഒരു വിഷ്വൽ കാണിച്ചു കൊടുത്താ എന്താ നേക്ക് ഇവിടെ മൊത്തം ജിപ്സാട്ടോ. പിന്നെ ഈ ജിപ്സത്തിൻ്റെ ആൾക്കാർ തേക്കുന്നതിന് മുമ്പുണ്ടല്ലോ, ആ കാണുന്ന കൗക്കോലുണ്ടല്ലോ, കെട്ടുമ്പോൾ കൂടെ പോണ കൗക്കോല്, ആ കൗക്കോലിൻ്റെ ഒരു ഗ്യാപ്പും ഓടും തമ്മിൽ, ആ സീലിംഗ് ഓടും തമ്മിൽ ഏകദേശം ഒരു 4-5 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഓടി വിരിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന ജാനുണ്ടല്ലോ, ആ കാണുന്ന ജാനിൻ്റെ ഒക്കെ സീലിങ്ങോടും ആ ജാനും തമ്മിൽ 3-4 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അതൊക്കെ നമ്മൾ അടച്ചിട്ട് സീലിങ്ങോട് വെക്കുള്ളൂ കേട്ടോ. ഈ ഫ്രണ്ട് ഏരിയക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയൊരു മറ്റേ നമ്മളെ ആ ഫ്രണ്ടിൽ വന്ന സ്ലേവിൻ്റെ ടോപ്പ് ഭാഗമാണ് ഈ കാണുന്നത്, മോൾ ഭാഗം. ഇവിടുത്തെ കറക്റ്റ് സ്ലോപ്പാക്കിയിട്ട് പൂയിട്ട് കണ്ട് ഇതാ നല്ല മാല് വെച്ച് കണ്ട് ഇതാണ് വെള്ളം പോലുള്ള ഓട്ട. ഇതാ കൺസീൽഡ് ആണ് ഈ ബീമിൻ്റെ ബാക്കിൽ, അതാ ഫില്ലറിനുള്ളിൽ കൂടെയാണ് ഇറങ്ങണത്. അയക്കാക്കി തരണം കേട്ടോ. പിന്നെന്താ പറയുക, നമുക്ക് ഇത് കഴിഞ്ഞ പാടത്തന്നെ ഈ തേപ്പ് കഴിഞ്ഞ പാടത്തന്നെ ട്രസ് നനഞ്ഞുകൊണ്ടിരിക്കല്ലേ, മഴയല്ലേ.
പ്രൈമർ ഒരു കോട്ടുംപാട വേണമെങ്കിൽ ഒരു കോട്ടുംപാട അടിച്ചുകാണ്ട് നേരെ എന്തേ ഒന്നും നോക്കണ്ട ഓടി ഇരിക്കുക. പിന്നെ അപ്സ്റ്റെയറിൽ ഇപ്പോൾ ആകപ്പാടുള്ള അതൊക്കെ അതൊന്നും വിശാക്കണ്ട. അത് ഈ തേപ്പ് കഴിഞ്ഞ പാടെ തന്നെ ഒക്കെ നമുക്ക് ഓരോ സെറ്റപ്പുകൾ ഇങ്ങനെ പറഞ്ഞുതരും. അപ്സ്റ്റെയറിൽ ഇപ്പോൾ എന്തൊക്കെ സൗകര്യം ഉണ്ട്? ആപ്പാടെ 2 ബെഡ്റൂം തന്നെ ഉള്ളൂ അല്ലേ? 2 ബെഡ്റൂം. അപ്പോൾ ആ 2 ബെഡ്റൂം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അടിയത്തെ മാറി പേശി ലെവലിൽ വരുന്നത്. അപ്പം അടിയത്തെ അതേ സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇങ്ങോട്ടേക്കാ എന്താ അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടെ നമ്മൾ ഈ ഉള്ളിങ്ങനെ തേച്ചിട്ട് നേരെ ഈ ഡ്രസ്സിങ്ങിൻ്റെ ഏരിയ ഉണ്ടല്ലോ, പാസേജ് ഒരു 1.20 ഈ മറി വരെ തേച്ചക്കൂട്ടെ. ഈ മറി വരുതാ ഈ എൻ്റെ കേട്ടോ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. അതൊക്കെ നമ്മളെന്താണെന്ന് അറിയാം, ഇജ്ജ് അവിടെ ഇരുന്ന് എൻ്റെ ജോലിയിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുത്ത് ഒന്നും പേടിക്കണ്ട, നമ്മൾ സെറ്റാക്കി തരാം. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ഡ്രസ്സുമ്മൽ ചില സ്ഥലത്ത് മാത്രം ഡൈനിങ് ഹാളിലൊക്കെ 2 പട്ടിക ഉണ്ട്. ഈ കാണുന്ന റൂമിൽ ഇപ്പോൾ ഒരു പട്ടിക മാത്രമേ ഉള്ളൂ, സീലിംഗ് കൂടി വരുന്നില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് സെപ്പറേറ്റ് സീലിംഗ് അടിക്കുമോ? ഓക്കെ. എ സി വെക്കുന്നത് കാരണം ഇവിടെ മറ്റേ പട്ടിക സീലിങ്ങിന് വേണ്ടി പട്ടിക എക്സ്ട്രാ കൊടുക്കാത്തതാണ് അല്ലേ? ഓക്കെ. എന്നാലൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ തേക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടോ? ഈ കൗക്കോലിൻ്റെതാ ഇവിടെ ഒരു ഏരിയ ഗ്യാപ്പ് ഉണ്ടാവും, ഇതിൻ്റെ ടോപ്പിലുണ്ടോ? ആ ഓട് മുട്ടണമെങ്കിൽ കുറച്ചും പാടെ പോകണം. ഇവിടെ ഇപ്പോൾ ഓട് മുട്ടിയത് ഒരു 5-6 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്ത് ചെയ്യും, ജിപ്സത്തിൻ്റെ ആൾക്കാർ വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ അടച്ച് റെഡിയാക്കി തരുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ട്, ആ ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അടച്ച് സെറ്റാക്കി. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതേ റൂം തന്നെ ഓടിയും തേപ്പ് പോലെ വെച്ചോട്ടെ. ഞങ്ങളിതാ നേരത്തെ പറഞ്ഞ ഈ 2 വരി, ആ കാണുന്ന ഏരിയത്തെ പാരപ്പറ്റിൻ്റെ 3 വരി, അതേപോലെ തന്നെ മൊത്തത്തിലുള്ള വാതിൽക്കട്ടിൽ നമ്മൾ ഫിറ്റാക്കിക്കോളാം. അതിൻ്റെ ശേഷം തേക്കാൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ റേറ്റാണ് എന്നോട് പറയാൻ വേണ്ടി പോകണം കേട്ടോ സത്യേട്ടന്. സത്യേട്ടൻ്റെ പണിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ട എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഇവര് വർക്ക് വൈകുന്നേരം വരെ അന്നാ പോലെ മയത്തൊക്കെ ഉണ്ടല്ലോ, കോണിൻ്റെ അടിയിൽ ലേറ്റ് എത്തി ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ സിമെൻറ്റ് വേസ്റ്റ് ആക്കൂല. പിന്നെ അതുപോലെ തന്നെ ഇവരെ ടീമിൽ ഹെൽപ്പറായിട്ട് പോലും ഒരു ഇന്ത്യക്കാരില്ല. എന്തേ അതെന്തോന്നാണ് സംഭവം? എല്ലായിടത്തും പോലെ കൊണ്ടാൻ പറ്റൂല. പിന്നെ മാത്രമല്ല മിക്സിംഗ് ഒന്നും ആത്മാർത്ഥമല്ലേ വർക്കില്ലേ? ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് നമ്മളെ നാടല്ല. ഇതിപ്പോ തേച്ച് പോയാലും നാളെ ഇവിടെ എന്ത് കല്ലുവല്ലി ആയാലും പോലെ എന്താ പറയാ, കല്ലുവല്ലി അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്താ അറിയോ സത്യേട്ടാ, നിങ്ങളല്ല നമ്മളെ തേപ്പ് വെച്ചതൊക്കെ ക്രാക്ക് ആയല്ലോ, ഇപ്പൊ നിങ്ങളെ ഡയറക്റ്റ് വിളിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കോൺട്രാക്ട് ആണെങ്കിലും കൂലിയാണെങ്കിലും എന്തുണ്ട് വർക്കിന് നമുക്ക് ഉത്തരവാദിത്തം വരുന്നുണ്ട്. മലയാളിക്കാവുമ്പോഴേ കൂലിപ്പണിക്ക് വേറെ നഷ്ടം എന്താ അറിയോ, കൂലിപ്പണി ആകുമ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇന്ന് വന്ന് നാളെ പോയാൽ പോയി. നിങ്ങൾ വർക്ക് കാണിപ്പിക്കുക, കോൺട്രാക്ട് കൊടുക്കുക, അവിടെ കുത്തിറക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഒന്നും പറയാനില്ല, നമ്മളെ ചങ്ക ഈ വീഡിയോ കാണും. 1.25 കണ്ണിങ് ആണ്, പക്ഷെ വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? വാൽക്കട്ടിൽ വിത്തൗട്ട് അത് നമ്മൾ വെച്ചുതരും. നിങ്ങളെ ഏൽപ്പിച്ച് ഇനി ഒരുപാട് വർക്കുകൾ സത്യമായിട്ടൊക്കെ കിട്ടട്ടെ. നിങ്ങൾ നമ്പർ എടുക്കണോ? വർക്ക് ഇഷ്ടം പോലെ ഉണ്ട്.